കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയില്ലേ, നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു കടായിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനിയൊരു 4 സവാള നന്നായി ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വയ്ക്കാം. അവിടെ കിടന്ന് ഒന്ന് വഴന്ന് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ആ സമയത്ത് ഞാനിവിടെ ആവോലി മീനാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രമേ പൊടികളായി ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി മിക്സിയിലിട്ട് അരച്ചതും കൂടി 1 സ്പൂൺ ആഡ് ചെയ്തിട്ട് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരി ഞാനൊരു 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഓൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് ജീര റൈസാണ് ഇട്ടെടുത്തത്. നമ്മൾ ചെറിയ ബിരിയാണി അരി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റാനാണ്. ഇനി 1 സ്പൂൺ നന്നായി വറുത്ത കുരുമുളക് പൊടിയല്ല കേട്ടോ, ഹോൾ കുരുമുളകാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് 4 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം അതും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇത് ആദ്യം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും കൂടിയിട്ട് 1/2 സ്പൂൺ നെയ്യും കൂടി ഇട്ടതിന് ശേഷം ഒരു വിസിൽ അടുപ്പിക്കുക കേട്ടോ. ഒറ്റ വിസിൽ മതിയേ. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത്, അതുകൊണ്ട് ഒറ്റ വിസിലിൽ ഓഫാക്കണം. അപ്പോഴേക്കും ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിൽ അരച്ചത് നേരത്തെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ആ പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടിയാണ് വേണ്ടത്. അത് ഈ സമയത്ത് എടുത്ത് വയ്ക്കണം കേട്ടോ. കാരണം തക്കാളി പെട്ടെന്ന് വെന്ത് വരും. നല്ല പഴുത്ത തക്കാളിയായിരുന്നു. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടിയിട്ട് അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കുക. ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതൊക്കെ ഒന്ന് വറ്റി വരണമല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കുക്കർ ഒരു വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ഒറ്റ വിസിൽ മാത്രമേ ഞാൻ അടുപ്പിച്ചുള്ളൂ. ഇനി നമ്മളെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലിലേക്ക് മീനൊന്ന് തിരിച്ചു മറിച്ചോട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ്പായി ഫ്രൈ ചെയ്യാതെ നോക്കണേ, അപ്പോൾ ആ ഫിഷിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. തിരിച്ചു മറിച്ചോട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. നല്ല ഹാർഡാകാൻ പാടില്ല. ഇനി ഞാൻ കുക്കർ കഴുകിയിട്ടൊന്നുമില്ല. കുക്കറത്തെ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അതിന് മല്ലിയിലയും പുതിനയിലയും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പൈനാപ്പിൾ ഒരു കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ കുക്കറിലേക്ക് താഴെ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സവാള തക്കാളിയുടെ മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പുതിന, മല്ലിയില, പിന്നെ ഉള്ളി വറുത്തതും കൂടിയിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കാം. വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഫിഷും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് പൈനാപ്പിളും മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കാം.
കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് ദമ്മിടുക കേട്ടോ. ഇനി മസാലയില്ല, ഞാൻ ഒറ്റ ലെയറിൽ മാത്രമേ മസാലയിട്ട് ഫിഷ് വെച്ചിട്ടുള്ളൂ. അടിയിൽ കുറച്ച് മസാലയും, മുകളിലായിട്ട് ബാക്കിയുള്ള പുതിനയില, മല്ലിയില, പൈനാപ്പിൾ, സവാളയും കൂടി ഇട്ട് ഒരു ചട്ടിയുടെ മുകളിലേക്ക് ഈ കുക്കർ ഇട്ട് കൊടുത്ത് ഒന്ന് ദമ്മിട്ട് കൊടുക്കാം. ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ച് വയ്ക്കുക കേട്ടോ. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായി പുതിനയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഫിഷ് ഫ്രൈ ചെയ്ത് സെപ്പറേറ്റ് ഇട്ടതല്ലേ എങ്ങനെയാണ് സ്മെല്ലൊക്കെ വരികയെന്ന്. അത് ഈ ദമ്മിടുമ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ. നല്ല ഫിഷ് ബിരിയാണിയുടെ സ്മെല്ലും അതിൻ്റെയൊക്കെ ആ എസൻസൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ബിരിയാണി ആയി കിട്ടിയിട്ടുണ്ട്. ഫിഷൊന്നും ഒട്ടും പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സവാളയും കുക്കുംബറും തക്കാളിയൊക്കെ ഇട്ട ഒരു സാലഡും കൂടി നമുക്ക് കഴിക്കാം കേട്ടോ. അച്ചാറുണ്ടെങ്കിൽ അച്ചാർ എടുക്കാം, പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം എടുക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഞാൻ അധികം സ്പൈസ് ഒന്നും ആഡ് ചെയ്യില്ല, അതുകൊണ്ട് അധികം എരിവൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.